കൂട്ടത്തിൽ കാണും ചില ആൾക്കാർ. അതായത് നമ്മുടെ കൂടെ എല്ലാ ഉടായ്പകൾക്കും ഉണ്ടായിരിക്കും. ക്ലാസ് കട്ട് ചെയ്യാനും പുറത്തു പോകാനും സിനിമക്ക് പോകാനും ഒക്കെ ഇവരുണ്ടായിരിക്കും. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഷോക്കാവുന്നത്. കാരണം ഇതിനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഇവർക്ക് ഭയങ്കര മാർക്കായിരിക്കും. സോ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് എല്ലാ ഉടായ്പിനും നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടും റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പാസും അവർ ടോപ്പറും. സോ ഇത്തരത്തിൽ അവരെ ടോപ്പേഴ്സ് ആക്കുന്നത് അവരുടെ ചില ക്വാളിറ്റീസ് ആണ്. സോ ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു നെസി മോട്ടിവേഷൻ ടോക്ക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്വാളിറ്റി നമ്പർ 1, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഇവരെ ടോപ്പറാക്കാൻ സഹായിക്കുന്നത് ഈ സംതിങ് ആണ്. അതായത് ഒരു ദിവസം ഒരുപാട് സമയം ഇരുന്ന് കുത്തിരുന്ന് പഠിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഓരോ ദിവസവും അവർ പഠിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ടാണെങ്കിലും അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വന്നാൽ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യം. നമ്മൾ ഓരോ ദിവസവും കുറച്ചായിട്ട് പഠിച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡേയ്സ് കഴിയുമ്പോൾ നമ്മളൊരു വലിയ ടോപ്പിക്ക് തന്നെ കവർ ചെയ്യും. സോ ഇതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണ്? ഇന്നിപ്പോൾ ഒരു മൂഡില്ല, വല്ലാത്തൊരു ക്ഷീണം, നാളെ തൊട്ട് തുടങ്ങാം. അങ്ങനെ നാളെ ആകുമ്പോഴോ അപ്പം നമ്മൾ വിചാരിക്കും ഇനി അടുത്ത ദിവസം തൊട്ട് തുടങ്ങാം. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു മല പോലെയാവും. സോ ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ക്വാളിറ്റി നമ്പർ 2, ഫോക്കസ് ഓൺ ദ ടാർഗറ്റ്. നമ്മുടെ ജസ്റ്റ് പാസും അവർ ടോപ്പേഴ്സ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ദേ ഓൾവേസ് ഫോക്കസ് ഓൺ ദ ടാർഗറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ ഒരു സ്ട്രാറ്റജി സ്റ്റഡി ലെസ് ആൻഡ് സ്കോർ മോർ എന്നുള്ളതാണ്. അതായത് കുറച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ എക്സാം പെർഫോമൻസ് കൂടുതൽ ബെറ്റർ ആവും. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം സിലബസ് എടുത്ത് ഏതാണോ ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാതെ നമുക്ക് തോന്നിയതൊക്കെ വാരി വലിച്ച് അങ്ങ് പഠിക്കും. ചിലപ്പോൾ അതൊന്നും എക്സാമിന് ചോദിക്കാത്ത ഏരിയകളായിരിക്കും, ഇതുവരെ ചോദിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കും. സോ അതിലൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോർ ഏരിയ മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്വാളിറ്റി നമ്പർ 3, ടീച്ചിങ്. പേഴ്സണലി എനിക്ക് ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണിത്. എക്സാമിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് നേരം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഓർമ്മ കിട്ടാത്തൊരവസ്ഥ. ഇതിനെ ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മറ്റൊരാളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മനസ്സിൽ നല്ല ആഴത്തിൽ പതിയും നമുക്ക് നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ എക്സാം സമയത്ത് ഈ മറന്നു പോകുന്ന പ്രശ്നത്തെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓരോ മെത്തേഡ്സും ഇനി നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.